അപ്പം ഇന്നൊക്കെ അല്ല സോറി ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ന് ചെറിയവനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിരിക്കുമായിരുന്നു. അവന് നല്ല പനിയും ജലദോഷവും ഒക്കെ ആയിട്ട്. അപ്പോൾ ചോറ് മാത്രമേ വെച്ചുള്ളൂ. ബാക്കി വീട്ടിൽ നിന്ന് വരുന്ന വഴി എടുത്തിട്ട് വന്ന സാധനങ്ങൾ മുമ്പ് തന്നു വിട്ടതാണ്. അയല പൊള്ളിച്ചത്, പിന്നെ ഇതെന്തുവാ നോക്കട്ടെ, ചീരത്തോരൻ. ചീരയും ചെറുപയറുമാണ് കേട്ടോ. ആ വാഴയിലയിൽ വെന്താ ഒരു മണം, നല്ല ആ ചൂടോടുകൂടി പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതന്നെ. അപ്പോൾ അതെടുത്തു. ഇനി എന്തൊക്കെയാ, വാ, ഇത് നമ്മൾ ഇന്നലെ ഇട്ട നമ്മുടെ കടുക് മാങ്ങ, പിന്നെ ഇത്തിരി മുളക് കറി, അതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. ഞാൻ ചോറ് മാത്രമേ വെച്ചോളേ. അത് നല്ല റേഷൻ പുഞ്ചേരി. ഇത് ഇന്നലെ ഒഴിച്ച് വെച്ച തൈരാണ്. അപ്പം നമ്മുടെ വയറിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഡെയിലി തൈര് എടുക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണേൽ നമുക്ക്, ഇത് ഇന്നലെ ഞാൻ ഒഴിച്ച് വെച്ചതാണേ. നല്ല കട്ട തൈരായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇത് കണ്ട യോഗട്ടൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമേ. നമ്മൾ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പുളിയില്ലാത്ത തൈരും എടുക്കാൻ പറ്റുമേ. അപ്പം തൈരും മുളക് കറിയും പുഞ്ചേരി എനിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും ഇന്നൊരു ഇതിൽ ഞാൻ എടുത്ത് വെച്ചതാണ്. എന്തായാലും നോക്കാമല്ലേ. പണ്ട് പോലെ പുഞ്ചേരിയോടെ ഒരു വലിയ കൊള്ളാമല്ലേ. അല്ലെങ്കിലും റേഷനരിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അത് സാധാ അരിയാണെ വെള്ള അരിയാണേലും അതുപോലെ തന്നെ ഈ ഒരു പുഞ്ചേരി ആണേലും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇത് ചീരയും ചെറുപയറും കൂടെ തോരൻ വെച്ചത്, മീനെല്ലാം എടുത്തിട്ടുണ്ട്. ഇന്ന് സാലഡൊന്നുമില്ല. ഇത് ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ ആശുപത്രിയിൽ നിന്ന്. അപ്പം വരുന്ന വഴിക്ക് തന്നു വിട്ടതായതില്ല. കൊള്ളാമല്ലേ, ഇങ്ങനെ സൂപ്പർ നല്ല നാടൻ ലഞ്ച്. അപ്പം ടാറ്റാ.